നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണമെന്ന ആവശ്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു അനുവാദം തേടിയിരുന്നു. ഹൈക്കോടതി അനുവാദം നൽകിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്താനാണ് തീരുമാനം. SITയുടെ ആവശ്യം അംഗീകരിച്ച് കേരള ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് പുതിയ നടപടി സ്വീകരിച്ചത്. അടിയന്തര ആവശ്യമായി ഇക്കാര്യം പരിഗണിക്കണമെന്നും ഉദ്യോഗസ്ഥരെ ഉടനടി അനുവദിക്കണം എന്നതടക്കമുള്ള ആവശ്യമായിരുന്നു SIT ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ചത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഹൈക്കോടതി ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതേസമയം കേസിൽ അന്വേഷണം സജീവമാണ്. ഡി മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിക്കുകയാണ്. ഇയാൾ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. ഇന്ന് ഡി മണി ഹാജരായിരുന്നു. ഡി മണിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. താൻ ഡി മണിയല്ലെന്നും MS മണിയാണെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇയാൾ. ഇത് മുഴുവൻ കളവാണെന്നും ഇയാൾ ഡി മണി തന്നെയാണെന്നുമാണ് SIT മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഡിണ്ടിഗലിൽ മണി നയിക്കുന്ന സമാന്തര സംവിധാനം കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ അടക്കം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട വെല്ലുവിളിയാണ് SIT നേരിടുന്നത്. 2 CIമാരെ കൂടി SIT സംഘത്തിൽ ഉൾപ്പെടുത്തിയതോടെ അന്വേഷണത്തിന് ഇത് ശക്തിയായി മാറും. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റേത് മാത്രമാണ് എന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ മൊഴി നൽകിയിരിക്കുകയാണ്. സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടെന്നാണ് വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞപ്പോൾ മറ്റൊന്നും വായിക്കാതെ ഒപ്പിട്ടെന്നുമാണ് വിജയകുമാർ SIT അറിയിച്ചത്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതായിരുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. സഖാവ് പറഞ്ഞതുകൊണ്ട് താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം സഖാവ് ബോർഡിൽ പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ച് മറ്റൊന്നും വായിക്കാതെ താൻ ഒപ്പിട്ടു. ഇനി പുറത്തു നിന്നാൽ സർക്കാർ നാണക്കേടായതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നാണ് വിജയകുമാർ നൽകിയിരിക്കുന്ന മൊഴി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പോറ്റി ഉൾപ്പെടെ പ്രതികൾക്ക് അന്യായ ലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിന്നു, ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നുണ്ട്. വിജയകുമാർ കട്ടിളപ്പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പ കേസിൽ 15ാം പ്രതിയുമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. രേഖകൾ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 12 വരെയാണ് റിമാൻഡ് കാലാവധി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31-ന് പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് N വിജയകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതിൽ ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയ വിജയകുമാർ ഉച്ചയോടെ SIT ഓഫീസിൽ ഹാജരാകുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ പ്രസിഡന്റായിരുന്നു വിജയകുമാർ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഒപ്പം ബോർഡിൽ അംഗങ്ങളായ N വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന നിർണായകമായ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും SITയോട് ചോദിച്ചിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശം അതുകൂടി വന്നതിനു പിന്നാലെയാണ് N വിജയകുമാറിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നത്. 2 അംഗങ്ങളെ SIT അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് വിജയകുമാർ SIT ഓഫീസിലെത്തി കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.